Hi all, welcome back to my channel Unique Eats. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പി. ഞാനിത് ചെയ്തെടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഗനാഷിൻ്റെ കൺസിസ്റ്റൻസി, അതാണ് നമ്മൾ ഈ ഒരു വാഞ്ചോ കേക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഗനാഷിൻ്റെ കൺസിസ്റ്റൻസി ഹാർഡായി പോയാലും ലൂസായി പോയാലും ഒക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ടിപ്സും കാര്യങ്ങളും ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൻ്റെ റൂൾസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് വാനില സ്പഞ്ച് കേക്കാണ്. അപ്പോൾ അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് അളവിൽ മൈദയാണ്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരൊറ്റ പ്രാവശ്യം അരച്ചാൽ മതി, ഒരുപാട് പ്രാവശ്യം അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് അതിലോട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 മുട്ടയാണ്. മുട്ട നിങ്ങൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ട് വരും. ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടുള്ള 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ്, 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാര എടുക്കുകയാണെന്നുണ്ടെങ്കിലും 1/2 കപ്പ് അളവിൽ തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇത് ആവുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ബീറ്റായിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുള്ളത്. പൊടിക്കാത്ത ആണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിന് നന്നായിട്ട് ബീറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരണം. അതുവരേക്കും നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഞാൻ ഹൈ സ്പീഡിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ മയോണൈസിൻ്റെയൊക്കെ ഒരു ഭയങ്കര തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലിരിക്കണം. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ പാലും 1 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്തിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് പതുക്കെ അതിനെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു മൈദ എല്ലാ സ്ഥലത്തും കട്ട കെട്ടി കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത്രയും സമയം നമ്മൾ ആ ഒരു എഗ്ഗ് ബീറ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ബീറ്റർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ ആ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലോട്ട് ആഡ് ചെയ്തിട്ട് 7 ഇഞ്ചിൻ്റെ ഒരു പാത്രത്തിലോട്ട് ഈ ഒരു ബാറ്റർ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ വിരിച്ചേക്കുന്നത് ഒരു A4 പേപ്പറാണ്. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്ത കാരണം A4 പേപ്പർ നന്നായിട്ട് ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്താണ്. അപ്പോൾ ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓയിൽ സൈഡിലൊന്നും ഇട്ട് ഗ്രീസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൈഡ് ഭയങ്കര ഹാർഡായിട്ടും ഭയങ്കര ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതേപോലെ 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളൊരു ഇതേപോലൊരു കുക്കറിലോട്ടാണ് ഞാൻ ഇറക്കി വെച്ചേക്കുന്നത്. കുക്കറിൻ്റെ അടിയിൽ വേറെ ഒന്നും വെച്ചിട്ടില്ല, ഡയറക്റ്റ് കുക്കറിലോട്ട് ഇറക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുക്കർ ഞാനൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 to 12 അല്ലെങ്കിൽ 15 മിനിറ്റ് അതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചിലരുടെയിൽ സമയം ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. എനിക്കിതൊരു 10 മിനിറ്റിനുള്ളിൽ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് അതിൻ്റെ വിസിൽ ഊരി കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിലും അതേപോലെ കേക്കിൻ്റെ ബാറ്റർ വെച്ചതിൻ്റെ അടിയിലൊന്നും വേറെ അടപ്പും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, ഡയറക്റ്റ് അതിലോട്ട് ഇറക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കത് ബേക്കാവുന്ന സമയം കൊണ്ട് നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ചും കൂടെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ചിനായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1/2 കപ്പ് അളവിൽ മൈദ തന്നെയാണ്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ മൈദ മാറ്റിയിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാറ്റാണ്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അളവ് കൂടിപ്പോയിട്ട് നമ്മുടെ കേക്ക് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അത് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അതിലോട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഒരുമിച്ച് ചേർത്തിട്ടില്ല. ഈ ഒരു കൊക്കോ പൗഡർ ചേർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലൊന്നും ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല. ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് അരിച്ചെടുത്ത് ബാറ്ററിലോട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അല്ലാതെ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും അതേപോലെ നല്ല ഹൈറ്റും കിട്ടുന്നതുകൊണ്ട് അത് രണ്ടും ഞാൻ ചേർത്തിട്ടില്ല. അതൊരു പ്രാവശ്യം അരച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ കൊക്കോ പൗഡർ ഉള്ളതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ കൊക്കോ പൗഡറിൻ്റെ കുഞ്ഞു കുഞ്ഞു തരികൾ കേക്കിൽ എല്ലായിടത്തും കാണാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോഴേക്കും നമ്മുടെ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന വാനിലയുടെ സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇത്. നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. 10 മിനിറ്റ് എനിക്ക് കുക്കറിൽ എടുത്തിട്ടുള്ളൂ ഇതൊന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ സ്പീഡിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ 2 മുട്ട വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 ലെയർ ആക്കാനൊക്കെ അത്യാവശ്യം ഹൈറ്റ് അതിലുണ്ട്. ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത മുട്ടയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും നേരത്തെ ചെയ്ത പോലെ തന്നെ 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യത്തെ 1-2 മിനിറ്റ് ലോ സ്പീഡിലും ബാക്കിയുള്ളതൊക്കെ ഹൈ സ്പീഡിലും ഇട്ടിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തപ്പോൾ എനിക്ക് 3 മിനിറ്റിനുള്ളിൽ ഈ ഒരു എഗ്ഗിൻ്റെ ബാറ്റർ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല തിക്കായിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും അതേപോലെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 കേക്കും ഞാൻ ഒരൊറ്റ ബേക്കിംഗ് ടിന്നിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് അടുത്ത കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി. അപ്പോഴേക്കും അടുത്ത കേക്ക് റെഡിയായി. അങ്ങനെ ഒരൊറ്റ പാത്രം വെച്ചിട്ടാണ് കേട്ടോ ഈ 2 കേക്കും ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലോട്ട് 2-3 ബാച്ചസ് ആയിട്ട് ചേർത്തിട്ട് ഇതേപോലെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതേപോലെ ആദ്യം കട്ട് ചെയ്യുക, പിന്നെ എല്ലാം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ ഫ്ലോർ എത്താൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പാത്രം തന്നെ 7 ഇഞ്ചിൻ്റെ പാത്രം തന്നെ ഞാനൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുക്കറിൽ ആദ്യം ഒന്ന് പ്രീഹീറ്റ് ചെയ്ത കുക്കറിലോട്ട് 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ 2 കേക്കും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കേക്കും ഒട്ടും മേലെ ഒന്നും ഒട്ടാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2നും 2 ലെയർ വെച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ വാനില സ്പഞ്ച് മാത്രമാണ് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മാത്രം ഐസിങ് ചെയ്യുന്ന സമയത്ത് 1 kg കറക്റ്റാണ്. നമ്മൾ ചോക്ലേറ്റിൽ നിന്നും കൂടെ ഒരു ലെയർ എടുത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം 1-200 1-300 ഒക്കെ വെയിറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ച് 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഐസിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഫിയോണയുടെ 1.25 കപ്പ് ക്രീം എടുത്തിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ 1 കിലോ കേക്ക് ഐസിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് ക്രീം കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് അല്ലെങ്കിൽ 1.25 ഒരു 2-3 ടേബിൾ സ്പൂണോ അധികം എടുക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കേക്ക് അവിടെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെയർ വെക്കാം. നിങ്ങൾ ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് വെക്കാം, വാനില ആണെന്നുണ്ടെങ്കിൽ വാനില സ്പഞ്ച് വെക്കാം. ഞാനിവിടെ ഒരു വാനില സ്പഞ്ചാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വെറ്റ് ചെയ്യാനായിട്ട് ഞാൻ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് തന്നെ വെറ്റ് ചെയ്യാം. പാൽ വെച്ചിട്ട് വെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് പാലിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ 100ൻ്റെ 34 നമ്പർ ടിപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഐസിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചു. ഇനി സെക്കൻഡ് ലെയർ ഞാൻ കട്ട് ചെയ്യാത്ത ഒരു ഇതേപോലുള്ളൊരു ചോക്ലേറ്റ് സ്പഞ്ചാണ് വെക്കുന്നത്. അതും ഇതേപോലെ തന്നെ വെറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കണം. നന്നായിട്ട് ആ ഒരു കേക്ക് സെറ്റായി കഴിഞ്ഞാലേ നമ്മൾ ഗനാശ ഒഴിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ക്രീമിൻ്റെ കൂടെ ആ ഒരു ഗനാശം ഒലിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനിതൊരു ഓവർനൈറ്റ് ഫുള്ള് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് ഫുള്ള് വെക്കുക. ഫ്രിഡ്ജിലാണ് വെച്ചത്, ഫ്രീസറിലല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗനാശ ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുള്ള കേക്കാണ്. ഇനി നമുക്കിതിൻ്റെ ഗനാശ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം.
അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ആ ഒരു 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലോട്ട് ഞാനൊരു 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഉപയോഗിക്കാം. ഫ്രഷ് ക്രീമാണ് ഏറ്റവും നല്ലത്. പക്ഷേ എപ്പോഴും എല്ലാവരുടെ കയ്യിലും ഫ്രഷ് ക്രീം ഉണ്ടാവില്ല. പിന്നെ അത് വാങ്ങി വെച്ചാൽ പെട്ടെന്ന് കേട് വരികയും ചെയ്യും. അതുകൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഡബിൾ ബോയിൽ ചെയ്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഗനാഷ് വല്ലാണ്ട് ലൂസായി പോയി തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചോക്ലേറ്റ് ഇട്ടിട്ട് നിങ്ങൾക്കത് ഹാർഡായിട്ട് എടുക്കാം. ഇനി വല്ലാണ്ട് ഹാർഡായി പോയി തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്രീം അതിലോട്ട് ആഡ് ചെയ്തിട്ട് അത് ലൂസാക്കിയിട്ട് എടുക്കാം. നമുക്കിവിടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ 2 സാധനങ്ങളും കിട്ടേണ്ടത്. ഇനി നമുക്ക് ആവശ്യം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ അവിടെ എടുത്തേക്കുന്നത് 3 ടേബിൾ സ്പൂണാണ്. ഞാൻ ചെയ്ത പോലുള്ള ഡെക്കറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ടേബിൾ സ്പൂൺ മതി. അതിലോട്ട് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ക്രീമും കൂടെ ചേർത്തിട്ട് നമുക്ക് അതും ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി ഇതേപോലെ ഒന്ന് ബാലൻസ് ചെയ്തെടുത്താൽ മതി. പിന്നെ നല്ലൊരു ഗ്ലേസിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് നമുക്കത് കേക്കിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷമാണ് ഈ ഒരു ചോക്ലേറ്റ് രണ്ടും സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഈ ഒരു ഗനാഷ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ ഒരു കേക്കൊക്കെ ഐസിങ് ചെയ്ത് നന്നായിട്ട് തണുപ്പിച്ചെടുത്താണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡബിൾ ബോയിൽ ചെയ്തെടുത്തേക്കുന്ന ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് കൺസിസ്റ്റൻസി എന്ന്. ഒരുപാട് തിക്കല്ല, വല്ലാണ്ട് ഒളിച്ചു പോകുന്ന ഒരു കൺസിസ്റ്റൻസിയും അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അതേ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റിലുള്ള കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ഈ ഒരു ക്രീം കിട്ടും. നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അടിയിൽ വേറെ പാത്രമൊന്നും വെച്ചിട്ടില്ല. എക്സസ് ആയിട്ട് വരുന്നത് ഒരു കാർഡ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ആക്കി വെച്ചിട്ടുള്ള ഇതേപോലെയുള്ള ഒരു പാനിലോട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ സൈഡ്സൊക്കെ നമ്മൾ റെഡിയാക്കി ഒരു വൈറ്റ് ചോക്ലേറ്റ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെഞ്ചോക്ക് ഡിസൈൻ നിങ്ങൾക്ക് കൊടുക്കാം. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ. നമുക്ക് വേറെ നോസിലും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇനി എക്സസ് ആയിട്ട് വരുന്ന ക്രീം നമുക്ക് ഒരു സ്ക്രാപ്പറോ അല്ലെങ്കിൽ ഒരു കാർഡോ വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ പാത്രത്തിലോട്ട് തന്നെ ആക്കി കൊടുക്കാം. അതേപോലെ സൈഡ്സൊക്കെ ഏതെങ്കിലും ഭാഗത്ത് ഈ ഒരു ചോക്ലേറ്റ് ഫില്ലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഈ ഒരു ഗനാഷ് ഒരുപാട് വേസ്റ്റായി പോകുന്ന ഒരു പ്രശ്നം വരില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന 1 കിലോ അളവിലുള്ള ഈ ഒരു വഞ്ചോ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എല്ലാവരും നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ.